بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്ത് യാസീൻ 10, 11, 12 വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ 3 ആയത്തുകളിലുമുള്ള പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. وسواء عليهم ഇതിൽ വാവിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞതാണ് ചുണ്ട് വൃത്താകൃതിയിൽ വരുന്നതാണ് വാവ് ഉച്ചരിക്കുമ്പോൾ. അതുപോലെ തന്നെ ഉകാരം ദമ്മ് ഉച്ചരിക്കുമ്പോഴും അത് പൂർണ്ണമായും ചുണ്ടുകളിൽ നിന്ന് തന്നെ വാവിനെ ഉച്ചരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. അലിഫിന് 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. വസവാഉൻ അലൈഹിം സവാഉൻ എന്നതിലെ തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. അലൈഹിം എന്നതിലെ പദത്തിന്റെ അന്ത്യത്തിലെ സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. സൂചിപ്പിച്ച കാര്യമാണ് ഈ സൂറത്തിലെ അധികം വചനങ്ങളിലും എന്താണ് സാക്കിനായ മീമ് ധാരാളമായി നമുക്ക് കാണാം. അപ്പോൾ അലൈഹിം വീണ്ടും വരുന്നുണ്ട് സാക്കിനായ മീമുകൾ ഈ വചനത്തിൽ തന്നെ. ഇൽഹാർ ഷഫവിയാണ് അലൈഹിം എന്നതിലെ മീമിനെ ചെയ്യേണ്ടത്, വെളിവാക്കി മണിക്കാതെ ഉച്ചരിക്കുക. അലൈഹിം അഅൻസർതഹും അഅൻസർതഹും അവിടെ 2 ഹംസയും വ്യക്തമാക്കി ഉച്ചരിക്കണം. എന്ന 2 വ്യക്തമായ ശബ്ദം. അഅൻസർതഹും റായിന് തഫ്ഖീം കൊടുക്കണം. അൻസർതഹും എന്നതിലെ സാക്കിനായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. റാഇ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചോതുക. സാക്കിനായ മീമിന് സൂചിപ്പിച്ച പോലെ ഇൽഹാർ ഷഫവിയാണ്. വീണ്ടും അം ലം ഈ 2 മീമും എല്ലാ മീമും സാക്കിനായ മീമുകളെ ഇൽഹാർ ഷഫവി. വീണ്ടും തുൻദിർഹും തുൻദിർ സാക്കിനായ നൂൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിച്ചു കൊണ്ടോതണം. റായിന് തർക്കീഖാണ്, കാരണം റായിന് സുക്കൂനും തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കെസ്റുമുണ്ട്. അതുകൊണ്ട് തുൻദിർ എന്ന റായിന് തർക്കീഖ് കൊടുക്കുക. തുൻദിർഹും ലാ യുഅ്മിനൂൻ സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ഇന്നമ നൂൻ മുഷദ്ദദ ശ്രദ്ധ നൽകപ്പെട്ട നൂൻ മണിച്ചുകൊണ്ട് ഓതുക. തുൻദിറു അവിടെയും സാക്കിനായ നൂൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മൻ ഇത്തബഅ മൻ ഇത്തബഅ ഇൽതിഖാഉ സാക്കിനൈന് വേണ്ടി മൻ എന്ന നൂനിനെ കസ്റാക്കി. മൻ ഇത്തബഅ الذിക്റ മൻ ഇത്തബഅ الذിക്റ ദാൽ വ്യക്തമാക്കി ഉച്ചരിക്കുക. കാഫ് മഹ്മൂസ അക്ഷരം, അതുപോലെ റാ തഫ്ഖീം ചെയ്യുക. മൻ ഇത്തബഅ الذിക്റ വഖശിയ الرحمن വഖശിയ ഖാ തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കുക. الرحمن റായിനും തഫ്ഖീം. الرحمن ഹാ വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ബിൽ ഗൈബ് ഗൈന് പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ചോദണം. വഖശിയ الرحمن بالغيب ഗൈബ് യാഇനെ മദ് ലീൻ നൽകി. മദ് ആരിദിന്റെ ഹുക്മാണ്.
ദീർഘിപ്പിച്ചുകൊണ്ട് നിർത്തുക. ബായിൽ ഖൽഖല കുബ്ര വരുന്നതാണ്. വഖഫിന് വേണ്ടി സുക്കൂൻ വരുന്നതിനാൽ ഖൽഖല കുബ്ര നൽകി. ബിൽ ഗൈബ് എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. ഫബശ്ശിർഹു ഫബശ്ശിർഹു റാ മുറഖഖ തർക്കീഖ് ചെയ്യണം. തൊട്ട് മുമ്പിൽ സ്ഥിരപ്പെട്ട കസറാണ്, റാഇന് സുക്കൂനുമാണ് എന്നതുകൊണ്ട്. ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ ബിമഗ്ഫിറത്തിൻ ഗൈന് റാ ഒക്കെ തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളാണ്. ബിമഗ്ഫിറത്തിൻ എന്നതിലെ തൻവീൻ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിച്ചോതുക. ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. അജ്രിൻ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി വ്യക്തമാക്കി ശബ്ദം ചലിപ്പിക്കണം. റാഇൻ്റെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കുക. ഹ ഒക്കെ വ്യക്തമാക്കി ഉച്ചരിക്കുക. നഹ്നു നുഹ്യിൽ മൗത അൽ മൗത. വനക്തുബു കാഫ് മഹ്മൂസാണ്. നക്തുബു എന്ന് ശബ്ദം ചലിക്കരുത്, മറിച്ച് വനക്തുബു മാ ഖദ്ദമു. ഖാഫ് വ്യക്തമായി തഫ്ഖീമോടുകൂടി തടിപ്പിച്ച് ഉച്ചരിക്കണം. ഖദ്ദമു വആസാറഹും. റാ തഫ്ഖീം ചെയ്യണം. വആസാറഹും റാഇനെ തഫ്ഖീം ചെയ്ത് പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. വകുല്ല ശൈഇൻ അഹ്സൈനാഹു. ശൈഇൻ അഹ്സൈനാഹു തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ഹ വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. സ്വാദ് തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. സ്വാദിനെ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഫീ എന്ന ദീർഘം യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇമാമിൻ എന്ന തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി. ഇമാമിൻ മുബീൻ എന്ന് പാരായണം ചെയ്യണം. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب. فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. بسم الله الحمد لله.